വെങ്കിടേഷ് സ്തോത്രം എന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ വെങ്കടേശ്വര സ്വാമിയെ സ്തുതിക്കുന്ന ഒരു വിശുദ്ധ പ്രാർത്ഥനയാണ്. ഈ സ്തോത്രത്തിന് ശ്രീ വെങ്കടേശ സ്തുതി എന്നും പേരുണ്ട്. പ്രതിവാദി ഭയങ്കരം അണ്ണൻ രചിച്ച ഈ സ്തോത്രം ഭഗവാൻ വെങ്കടേശ്വരന്റെ പരമമായ സ്ഥാനത്തെയും അദ്ദേഹത്തിന്റെ അനന്തമായ ദിവ്യഗുണങ്ങളെയും വർണ്ണിക്കുന്നു. ഭഗവാന്റെ കാരുണ്യവും ഭക്തിസേവനവും തേടിക്കൊണ്ടുള്ള ഒരു അപേക്ഷയോടെയാണ് ഇത് അവസാനിക്കുന്നത്. ഈ സ്തോത്രം ഭക്തിയോടെയും ശ്രദ്ധയോടെയും ജപിക്കുന്നത് ധനം, സന്താന സൗഭാഗ്യം, നല്ല ആരോഗ്യം, സന്തോഷം, സംരക്ഷണം, ആഗ്രഹ സഫലീകരണം തുടങ്ങിയ നിരവധി ഗുണങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ശ്രീ വെങ്കടേശ്വരൻ മഹാവിഷ്ണുവിന്റെ ഒരു രൂപമാണ്. ഗോവിന്ദൻ, ബാലാജി, ശ്രീനിവാസൻ, വെങ്കടരമണൻ, വെങ്കടാചലപതി, തിരുപ്പതി തിമ്മപ്പൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. പൊതുവെ എല്ലാ സ്തോത്രങ്ങളും പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ജപിക്കുന്നത് വളരെ വിശേഷമായി കണക്കാക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാൻ വെങ്കടേശ്വരന്റെ തിരുപ്പതി ബാലാജി രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നത് ഉത്തമമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രീതിക്ക് പ്രധാനമായ വ്യാഴാഴ്ച ദിവസം ജപം ആരംഭിക്കുന്നത് കൂടുതൽ നല്ലതാണ്. മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയോ പൗർണമിയോ തിരഞ്ഞെടുക്കാം. വെങ്കടേശ സ്തോത്രം ശ്രീ വെങ്കടേശ്വര സ്തുതി ജപിക്കുന്നത് ഭക്തർക്ക് നിരവധി അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ഭക്തരുടെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ഇത് സഹായിക്കുന്നു. കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ഈ സ്തോത്രം ശക്തി നൽകുന്നു. വെങ്കടേശ എന്ന വാക്കിന് തന്നെ പാപങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഉത്തമമാണ്. നല്ല ആരോഗ്യവും സന്തോഷവും ലഭിക്കാൻ സഹായിക്കുന്നു. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഭഗവാന്റെ സംരക്ഷണം ലഭിക്കുന്നു. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു. വെങ്കടേശ്വര സ്തോത്രം ഒരു വഴിപാട് എന്നതിനേക്കാൾ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥന ജപമാണ്. എങ്കിലും ഭഗവാൻ വെങ്കടേശ്വരന് പ്രിയപ്പെട്ടതും ഐശ്വര്യത്തിനായി ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതുമായ ചില പൊതുവായ വഴിപാടുകളുണ്ട്. തുളസി അർച്ചന ഭഗവാൻ വിഷ്ണുവിന് വെങ്കടേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് തുളസി കൊണ്ടുള്ള അർച്ചന. പാൽപായസം, നെയ്പായസം നിവേദ്യം സമർപ്പിക്കുന്നത് ഭഗവാന് പ്രീതികരമാണ്. പുരുഷ സൂക്താർച്ചന മഹാവിഷ്ണുവിന്റെ പ്രീതിക്കായി നടത്താറുണ്ട്. നെയ്വിളക്ക് ഭഗവാന്റെ സന്നിധിയിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ദുഃഖനിവാരണത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ തിരുപ്പതി ക്ഷേത്രത്തിൽ തലമുണ്ടനം ചെയ്യൽ, തുലാഭാരം, ലഡ്ഡു വഴിപാട് എന്നിവ പ്രധാനമാണ്. ഇത് ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ഈ വഴിപാടുകൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏതു ദിവസവും ചെയ്യാമെങ്കിലും വ്യാഴാഴ്ച ദിവസം, വിഷ്ണുവിന്റെ ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ ദിവസം തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഉചിതമാണ്. സ്തോത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം നിങ്ങളുടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഴത്തെ ആശ്രയിച്ചിരിക്കും. നിത്യേനയുള്ള ജപം മനസ്സിനെ ശുദ്ധീകരിക്കാനും ഭഗവാനുമായി അടുക്കാനും സഹായിക്കും.